ഹായ് ഡിയർ സ്റ്റുഡൻസ്. നമ്മളിന്ന് ടെക്നോളജി ആൻഡ് സൊസൈറ്റി എന്നുള്ള പേപ്പറിലെ ബ്ലോക്ക് 1 ദ എവല്യൂഷൻ ഓഫ് ടെക്നോളജി ജേണി ത്രൂ അഡ്വാൻസ്മെന്റ്, അതായത് ടെക്നോളജി എങ്ങനെയൊക്കെ മുന്നേറി സാങ്കേതിക വിദ്യകൾ എന്തൊക്കെ മാറ്റങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കി എന്നുള്ള ഒരു അതാണ് ഈ ബ്ലോക്കിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം. നമുക്ക് ആദ്യം യൂണിറ്റ് 1 ഹിസ്റ്ററി ഓഫ് ടെക്നോളജി, സാങ്കേതിക വിദ്യയുടെ ചരിത്രം എന്താണ്. അതായത് മനുഷ്യരുടെ ജീവിതത്തിൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ ആളുകൾ കല്ലുപയോഗിച്ചിട്ടായിരുന്നു അവരുടെ ആയുധങ്ങൾ, അവരുടെ ഉപകരണങ്ങൾ, ഇതൊക്കെ മാറി പിന്നീട് ഇരുമ്പ് കണ്ടെത്തിയപ്പോൾ ലോഹങ്ങൾ. പിന്നെ നമ്മളിന്ന് AI യുഗത്തിലാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു യുഗത്തിൽ താമസിക്കുന്നത്. ഈ ഒരു ഒരു പരിണാമം, ഈ ഒരു മാറ്റങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടായി എന്നുള്ളത് വളരെ രസകരമായ ഒരു ചരിത്രമാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് യൂണിറ്റ് 1 ഹിസ്റ്ററി ഓഫ് ടെക്നോളജി. ജനറേറ്റീവ് AI ഈസ് എ ട്രാൻസ്ഫോർമേറ്റീവ് ജെൻസർ. ഈ AI ഇപ്പോൾ ചാറ്റ് GPT, അതുപോലെ തന്നെ ജെമിനി, ഡീപ് സീക്ക്, ഇതൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ഇത് ഒരു പ്രധാന മേജർ ആൻഡ് റവല്യൂഷണറി ടേണിംഗ് പോയിന്റ് ഇൻ ടെക്നോളജിക്കൽ ഹിസ്റ്ററി. മനുഷ്യന്മാരുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ടെക്നോളജി എന്നുള്ളത് ഒരു ക്യുമുലേറ്റീവ് ജേണിയാണ്. അതായത് ക്യുമുലേറ്റീവ് ജേണി എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല. ആദ്യം മനുഷ്യൻ കല്ലുപയോഗിച്ചു. ആദ്യം വലിയ കല്ലുപയോഗിച്ചു. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും മാക്രോലിത്തിക്, പിന്നെ മെസോലിത്തിക്, മൈക്രോലിത്തിക്, പിന്നെ അയേൺ ഏജ്, അതായത് ലോഹങ്ങൾ കണ്ടെത്തി, ചാൾക്കോലിത്തിക്. പിന്നെ അതിലൂടെ ഇങ്ങനെ ക്യുമുലേറ്റീവ് ജേണിയാണ്, ഒന്നിനെ തുടർന്ന് മറ്റൊന്ന്, മറ്റേതിനെ തുടർന്ന് പിന്നെ തീ കണ്ടെത്തി. അതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതാണ് ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഒരു ജേണിയാണ്. പണ്ടത്തെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് പറഞ്ഞാൽ ഫയർ, വീല്, മെറ്റൽസ്, തീയ്, അതായത് ചക്രം കണ്ടുപിടിച്ചതൊക്കെ വലിയ മാറ്റം. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം. വ്യാവസായിക വിപ്ലവം, മെക്കാനൈസേഷൻ, അതായത് മെഷീനുകൾ, മാസ് പ്രൊഡക്ഷൻ, വലിയ അളവിൽ ഉൽപാദനം, ഇതിനൊക്കെ ഒരു കാരണമായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഡിജിറ്റൽ ഏജ്, പിന്നെ 20-ാം നൂറ്റാണ്ട് കടന്നതോടുകൂടെ നമ്മൾ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചു, ഡിജിറ്റലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താൻ തുടങ്ങി. ഇതൊക്കെ മനുഷ്യന്മാരുടെ ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ നീഡ് ഫോർ എത്തിക്കൽ ഡിസ്കോഴ്സ്, പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എത്തിക്കലായിട്ടുള്ള ഡിസ്കോഴ്സ്. നമ്മൾ ഇങ്ങനെയൊക്കെ കണ്ടെത്തുകൾ ഉണ്ടാവും, അതൊരു നൈതികമായിട്ടുള്ള പരിഗണനകൾ. അതൊക്കെ കണ്ടില്ലേ, സെലിബ്രേറ്റിംഗ് ദീസ് അച്ചീവ്മെന്റ്സ് ഇറ്റ് ഈസ് ക്രൂഷ്യൽ ടു കൺസിഡർ ബ്രോഡർ സൊസൈറ്റൽ ഇമ്പാക്ട്സ് ആൻഡ് എത്തിക്കൽ കൺസിഡറേഷൻ. നമ്മൾക്കറിയാം AI കാലത്ത് മനുഷ്യന്മാർ പല വെല്ലുവിളികളും നേരിടുന്നുണ്ട്. അത് പലതരത്തിലാണ്. ഇപ്പോൾ റോബോട്ട്, AI റോബോട്ട് ഒരു കമ്പനിയിൽ ഒരു മനുഷ്യന്റെ കഴുത്ത് ഞെരിച്ചു കൊന്ന ഒരു ചരിത്രം ഒരടുത്ത് സംഭവിച്ചതാണ്. ചരിത്രമല്ല, അടുത്ത് സംഭവിച്ചത്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ എല്ലാവരും AI ഇപ്പൊ ഒന്ന് സ്റ്റുഡൻസ് അസൈൻമെന്റ് എഴുതാനും മറ്റേനൊക്കെ AI ആശ്രയിക്കുമ്പോൾ യന്ത്രങ്ങളുടെ ബുദ്ധി കൂടുകയും മനുഷ്യരുടെ ബുദ്ധി കുറയുകയും ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നൈതികമായിട്ടുള്ള ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ നമ്മുടെ ഒരു ചർച്ചാ വിഷയമാണ്. ടെക്നോളജീസ് ഓഫ് ഏർലി സ്റ്റോൺ ഏജ് ആൻഡ് മെറ്റൽ ഏജ്, അതായത് പണ്ട് കാലത്തുള്ള ശിലായുഗം, പിന്നെ ലോഹയുഗം, അതിൻ്റെ ഒരു ടെക്നോളജിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഫയർ, തീ. ഈ തീ കണ്ടെത്തുക എന്നുള്ളത് മനുഷ്യന്റെ ചരിത്രത്തിലെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമാണ്. ടൈമിംഗ് ഫയർ ഇസ് കൺസിഡർ ഫസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ടെക്നോളജിക്കൽ ബ്രേക്ക് ത്രൂ. നമ്മുടെ സാങ്കേതിക വിദ്യയിലെ വലിയൊരു മുന്നേറ്റമാണ് തീ കണ്ടെത്തിയതിലൂടെ സംഭവിച്ചിട്ടുള്ളത്. കാരണം തീ കണ്ടെത്തിയതിലൂടെ മനുഷ്യൻ അവന്റെ അതിജീവനത്തിന്റെ, എനാബിളിംഗ് ഹ്യൂമൻസ് ടു സർവൈവ് ആൻഡ് ഇൻഹാബിറ്റ് ഹാർഷർ എൻവയോൺമെന്റ്, വ്യത്യസ്ത പരിതസ്ഥിതികളോട് സമരസപ്പെടാനും അതിനോട് പൊരുത്തപ്പെടാനൊക്കെ മനുഷ്യൻ പഠിക്കാൻ തീ കണ്ടെത്തിയത് ഒരു കാരണമായി. ഇറ്റ് അലോഡ് ഫോർ സേഫർ കുക്കിംഗ്, വളരെ സേഫ് ആയിട്ടുള്ള ഒരു കുക്കിംഗ് നമ്മൾ ചെയ്യാൻ തുടങ്ങിയത് തീ കണ്ടെത്തിയപ്പോഴാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കുക്ക് ചെയ്തിട്ട് തീമ വെച്ചിട്ട് കുക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ഇറ്റ് കിൽഡ് ഹാംഫുൾ ബാക്ടീരിയ ആൻഡ് പാരസൈറ്റ്സ്. അത് അപകടകരമായിട്ടുള്ള സൂക്ഷ്മജീവികൾ, ബാക്ടീരിയ, പാരസൈറ്റ് പോലത്തെ ഈ സൂക്ഷ്മജീവികളൊക്കെ കൊന്ന് നമ്മൾ ചൂടാക്കുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ മനുഷ്യന്മാർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി തീ കണ്ടെത്തിയതോടുകൂടെ. പിന്നെ അതിലൂടെ തന്നെ നമ്മൾക്ക് നല്ല ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള, ന്യൂട്രീഷനൊക്കെ ഉള്ള, ദഹിച്ചിട്ടുള്ള, ദഹനത്തിന് നമ്മളെ സഹായിക്കുന്ന തരത്തിലുള്ള ഭക്ഷണ രീതികളൊക്കെ, പിന്നെ അതേപോലെ ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു
പോപ്പുലേഷൻ വളർന്നു വരാൻ തുടങ്ങി. അതൊക്കെ തീ കണ്ടെത്തിയതിന് ശേഷമാണ്. പിന്നെ ടൂൾ ക്രാഫ്റ്റ് തീ കണ്ടെത്തിയപ്പോൾ നമ്മൾ ഇറ്റ് വാസ് യൂസ്ഡ് ടു ഹാർഡൻ വൂൾ സ്പിയേഴ്സ്, ഷേപ്പ് ബോൺ ടൂൾസ്, ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി, നമ്മുടെ കാര്യക്ഷമതയൊക്കെ അത് കൂടാൻ കാരണമായി. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റും തീയെ കണ്ടെത്തിയതുമായിട്ട് നമുക്ക് മനസ്സിലാക്കുക. അതായത് സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള പുരോഗതി. അതായത് തീ കണ്ടെത്തിയോടുകൂടെ നമ്മൾ എന്ത് ചെയ്തു, ഫയർ ബിക്കം എ സെൻട്രൽ ഗാദറിംഗ് പോയിന്റ്. ആളുകളൊക്കെ തീന് ചുറ്റും കൂടാൻ തുടങ്ങിയോടുകൂടെ ഫാമിലികളൊക്കെ അടുത്ത് വരാൻ തുടങ്ങി. അപ്പോൾ പണ്ട് ഫാമിലി എന്നുള്ള കൺസെപ്റ്റ് ഒന്നും ഇല്ല. ഈവൻ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രോമിസ്കറ്റി, അതായത് ഒരു തുറന്ന ലൈംഗികത, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഭാര്യ ഭർത്താവ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അതൊക്കെ മാറിയത് ഈ തീ കാരണം കണ്ടെത്തിയത് കാരണമാണ്. കാരണം ഫാമിലികളൊക്കെ അടുത്ത് വന്നു. എല്ലാവരും പിന്നെ പിന്നെ അതിലൂടെ സോഷ്യൽ ഇന്ററാക്ഷൻ, സ്റ്റോറി ടെല്ലിംഗ്, കൾച്ചറൽ ഡെവലപ്മെന്റ് ഇതൊക്കെ വികസിച്ച് വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിലൂടെ സോഷ്യൽ ബോണ്ട്സ്, ഭാഷ, സംസ്കാരം ഇതൊക്കെ വികസിച്ചു വരാൻ തീ കണ്ടെത്തിയത് കാരണമായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വീല്, ചക്രം, അതായത് വീൽ ട്രാൻസ്ഫോംഡ് ട്രാൻസ്പോർട്ടേഷൻ, അഗ്രികൾച്ചർ, ട്രേഡ്, വാർഫെയർ. യുദ്ധത്തിനും ഗതാഗതത്തിനും കൃഷിക്കും ട്രേഡിനൊക്കെ വീല് കണ്ടെത്തിയത്, ചക്രം കണ്ടെത്തിയത് വലിയ ഒരു വഴിത്തിരിവായിട്ടുണ്ട്. ഇത് എന്ത് ചെയ്തു, ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി, അതായത് ഇറ്റ് മേഡ് മൂവിങ് ഗുഡ്സ് ആൻഡ് പീപ്പിൾ സിഗ്നിഫിക്കൻ്റ്ലി ഈസിയർ ആൻഡ് മോർ എഫിഷ്യൻറ്റ്. വളരെ ഈസി ആയിട്ട് ചരക്കുകളും മനുഷ്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചലിക്കാൻ കാരണമായത് ഈ വീല് കണ്ടെത്തിയതിലൂടെയാണ്. ഈ വീല് കണ്ടെത്തിയതിനെ തുടർന്ന് വേറെ പലതും നമ്മൾ കണ്ടെത്തി. അതാണ് ചാരിയറ്റ്, കാർട്സ്, പ്ലഫ്, കൃഷിക്ക് വേണ്ടിയിട്ടുള്ള കലപ്പൊക്കെ ഉണ്ടല്ലോ, രഥം, ചാരിയറ്റ്, നമ്മൾ അതൊക്കെ പണ്ട് രാജാക്കന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ ഉപയോഗിച്ചിരുന്നത് വീല് കണ്ടെത്തിയതോട് കൂടിയിട്ടാണ്. പിന്നെ